दिल दीवाना बिन सजना के माने ना। दिल दीवाना बिन सजना के माने ना। ये पगला है सब जाने से समझे ना। पगला है समझाने से समझे ना। धक धक बोले इत उत डोले दिन रहना। ये पगला है समझाने से समझे ना। पगला है समझाने से समझे ना। दुनिया मांगे अपनी मुरादे मैं तो मांगू साजन। ओ हो दुनिया मांगे अपनी मुरादे मैं तो मांगू साजन। रहे सलामत मेरा सजना और सजना का आंगन। इसके सिवा दिल रब से कुछ भी चाहे ना। पगला है समझाने से समझे ना। ये पगला है समझाने से समझे ना। जिए चाहे बना के आंचल तुमको लपेटूं तन पे। ओ हो जिए चाहे बना के आंचल तुमको लपेटूं तन पे। कभी सोचो मैं उड़ जाऊं तुमको लिए गगन पे। और भी कुछ है दिल के इरादे क्या कहना। पगला है समझाने से समझे ना। ये पगला है समझाने से समझे ना। दिल दीवाना बिन सजना के माने ना।
ഹായ് ചേച്ചി. ഭയങ്കര ഫീൽ ചെയ്താണല്ലോ പാടിയത്. താങ്ക് യു. സൂപ്പർ ആയിരുന്നു കേട്ടാ. താങ്ക് യു. ചോദിക്കാം. ഷാനിക്ക. അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. വലിയ വലിയ ഡിക്ഷൻ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. താങ്ക് യു സർ. ഞാൻ യശേട്ടൻ കാർത്തിക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഡിക്ഷന്റെ കാര്യത്തിൽ. ഞാൻ ശരിക്കും അടുത്തു പോയി. എത്ര പ്രാവശ്യം ഞാൻ ഈ പാട്ട് കേട്ടു. അതെ അതെ. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ ഐക്കോണിക് സോങ് ആണ്. ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ ഈ എന്താ പറയാ നാഷണൽ ക്രഷ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇപ്പൊ രശ്മിഖാന ഒക്കെ നമ്മൾ നാഷണൽ ക്രഷ് എന്നൊക്കെ പറയുന്നില്ല. അതുപോലെ ആ സമയത്ത് ഭാഗ്യശ്രീ ആയിരുന്നു മേനെ പ്യാർ കിലെ ഹീറോയിൻ. ആ സമയത്ത് നാഷണൽ ക്രഷ്. ശ്രീ അടിപൊളിയായിട്ട് പഠിച്ചു, ഭയങ്കര രസമായിരുന്നു. അതുപോലെ കോറസ് കുറച്ച് നന്നന ലല്ലല ഇതൊക്കെ ഉള്ളൂ എങ്കിലും നല്ലായിരുന്നു കേട്ടോ. ഗംഭീരമായിട്ട് പാടി. വലിയ ഡിക്ഷൻ പ്രശ്നങ്ങളൊന്നുമില്ല ശ്രേയ. എനിക്കൊന്ന് ശ്രേയന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി. മൊത്തത്തിൽ ആ ഔട്ട്ലുക്കും പാട്ടും എല്ലാം നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. നല്ലൊരു പാട്ട്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അത് ഈ ഇപ്പം ഷാന് ഇവിടെ നിന്ന് കേട്ടപ്പോൾ നല്ലതായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ശ്രേയ ഇതിനേക്കാളും നന്നായിട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല പാട്ടാണ്. ഓക്കെ, അതൊരു ഓക്കെ പെർഫോമൻസ്. അല്ലാണ്ട് ഇനിയും പരിശ്രമിക്കുക. ഇനിയും നല്ല എന്താ പറയണ്ട, നല്ല ഇതിനേക്കാളും നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഷാൻ മാത്രം ഇമ്പ്രസ്ഡ് ആയാൽ പോരാ. ഇവിടെ ഞാനുണ്ട്, മൻസരി ഉണ്ട്. അപ്പം ഞങ്ങളെ കൂടെ ഒന്ന് കയ്യിലെടുക്കാനുള്ള പെർഫോമൻസ് ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. മോളെ അസലായിട്ട് പാടി. എനിക്ക് സ്പെഷ്യലി ആദ്യമായിട്ടാണ് ഹിന്ദി പാടുന്നത് അല്ലേ. അപ്പൊ ആ ഹിന്ദി ആദ്യമായിട്ടാണ് പാടുന്നതെന്നൊന്നും നമുക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നന്നായി ഒരു ആദ്യം മുതൽ അവസാനം വരെ കോൺഫിഡന്റ് ആയിട്ട് നിന്ന് പാടി. ഇതൊക്കെ ഓർത്ത് വെച്ച് പാടിയല്ലോ. എനിക്കിതിലാകെ ഒരു സ്ഥലത്ത് മാത്രമേ ഒരു സ്ലിപ്പായ പോലെ തോന്നിയിട്ടുള്ളൂ. ഓർ ഭി ഹേ കുച്ച്, ആ ഒരു സ്ഥലം മാത്രമേ ഞാനും എഴുതി വെച്ചിട്ടുള്ളൂ. അല്ലാതെ മോള് പാടിയത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വോയിസിന് എന്തെങ്കിലും വയ്യായി ഒന്നും ഇല്ലല്ലോ. കുറച്ച് കാലങ്ങളായിട്ട് അതുപോലെയാണ്. പാട്ടിനെ അത് എഫക്ട് ചെയ്തിട്ടില്ല. പാട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. സുന്ദരിയായിട്ടുണ്ട്. ആ മാലയും കമ്മലും ഹെയർ സ്റ്റൈലും എല്ലാം കൊണ്ടൊരു ബോളിവുഡ് ലുക്ക് വന്നിട്ടുണ്ട്. സുന്ദരി. ഗോഡ് ബ്ലെസ് യു. അല്ല, ഈ അടപ്പുകൊണ്ടായിരിക്കും ശ്രേയ നീ പാടിയത് എനിക്ക് എന്റെ നെഞ്ചിലേക്ക് വരാതിരുന്നത്. ഞാൻ അതാ വിചാരിക്കുന്നത്. അതുപോലെ അനുപല്ലവി ഈ താളം, ഫസ്റ്റ് ഹാഫ് താളം ഒന്ന് നോക്കണം. ലയം എന്ന് പറയുന്നത് അത് സുപ്രധാനമാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മനസ്സിലാവോ നിനക്ക്? സർ അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി കൊടുക്കൂ. കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരട്ടെ. ക്ലിയർ ആക്കി തരട്ടെ. എടുക്കുവോ? വടി എടുക്കൂ. അതിനകത്തുണ്ടല്ലോ ഒരു വടി. പെട്ടി തുറക്കാൻ പോന്നു. അങ്ങനെ ശ്രേയ സംഗതി പെട്ടി തുറക്കാൻ പോന്നു. ആദ്യമായിട്ടല്ലേ? ഫസ്റ്റ് ടൈമാണ് ശ്രേയ ഒരു പെട്ടി തുറക്കുന്നത്. അത് നമ്മുടെ ശരത് സാറിന്റെ സംഗതി പെട്ടി. പേടിപ്പിച്ചതിന് എനിക്ക് തോന്നി ഓവറാക്കുന്നുണ്ട്. ഓവറാക്കി ചളവാക്കിന്ന്. ഞാൻ പിടിക്കണോ? ഹെൽപ്പ് ചെയ്യട്ടെ? ഞാനല്ലേ സാറിന്റെ ഹെൽപ്പർ. മനോഹരമായിട്ട് പാടി. സൂപ്പർ. കുറച്ച് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് എന്തോ ഞാൻ പണ്ട് കരഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. പോവാണോ? ബൈ. എന്തായാലും കൺഗ്രാറ്റ്സ്. ഇനി എല്ലാ പെട്ടികളും തുറക്കൂ. ഇനിയും 2 പെട്ടികൾ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സാർ. എന്തോ 9.3 മാർക്സ്.
താങ്ക് യു സർ. ഷാനിക്ക 9.4. താങ്ക് യു ഷാനിക്ക. ചേച്ചി ശ്രേയയ്ക്കുള്ള മാർക്സ് ഇതാ ഞാൻ സ്നേഹത്തോടെ ഗാനക്കുടത്തിലിടുന്നു. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 18.7. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്.